ചങ്ങായിമാരെ, നമ്മളെ നാട്ടിലുണ്ടല്ലോ BJP-ക്കാർ ഉത്തരേന്ത്യൻ മോഡൽ രാഷ്ട്രീയമില്ലേ, ആ രാഷ്ട്രീയം കൊണ്ടുവരാൻ പോകുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. കൊലപാതകികളും കാപ്പ കേസ് പ്രതികളൊക്കെയാണ് BJP-ന്റെ കൌൺസിലർമാരെന്ന് ഞാൻ ഇപ്പോഴാട്ടാ, ശരിക്കും പറഞ്ഞ ഇന്നാണ് കേട്ടാ കൃത്യമായിട്ട് അറിയുന്നത്. ഇന്നലെ തിരുവനന്തപുരത്തെ ഒരു കൌൺസിലറായ സുഗതൻ എന്ന കാപ്പ കേസ് പ്രതിയുണ്ടല്ല, പോലീസ് അറസ്റ്റ് ചെയ്യാൻ പോയപ്പം സുഗതന്റെ ടീമുണ്ടല്ല, ആ പോലീസിനെതിരെ അക്രമം നടത്തി. ലാസ്റ്റ് പോലീസ് ഉണ്ടല്ലോ ആകാശത്തേക്ക് വെടിവെച്ചിട്ടാണ് ആ സുഗതൻ എന്ന കൊടും ക്രിമിനലിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. ആ സുഗതന്റെ ബോഡി ലാംഗ്വേജ് നിങ്ങൾ കണ്ടില്ല, ആ ബോഡി ലാംഗ്വേജ് കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അവരുണ്ടല്ല ഒരു പക്ക ക്രിമിനലാണെന്ന്. അത് കണ്ടാൽ തന്നെ മനസ്സിലാകും. എന്നിട്ട് ഉളുപ്പം നാണവും അല്ലാണ്ട് സംഖ്യലുണ്ടല്ല അവനെ വെളുപ്പിക്കാൻ വേണ്ടി, അവനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴല്ല അവനെ വെളുപ്പിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് സംഖ്യകൾ എന്താ പറയുന്നറിയാം, അവൻ അറസ്റ്റ് ചെയ്യാൻ പോയപ്പം അവന്റെ ഭാര്യനെ ഉണ്ടല്ല, അവന്റെ ഭാര്യനെ പോലീസ് ആക്രമിച്ച് അവന്റെ ഭാര്യന്റെ കഴുത്തിലുണ്ടായ മാലയുണ്ടല്ല, സ്വർണ്ണമാല, അത് പോലീസുകാർ തട്ടിപ്പറിച്ച് കൊണ്ടുപോയെന്നല്ലാന്ന് ഈ സംഖ്യകൾ പറഞ്ഞുണ്ടാക്കുന്നത്. നമുക്ക് എന്തായാലും ആദ്യം തന്നെ ആ വേട്ടാവളയും സുഗതനെയും ഉണ്ടല്ല, സുഗതനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ആ മനോഹരമായ ദൃശ്യം കാണാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. കാപ്പ കേസ് പ്രതിയും BJP കൌൺസിലറുമായ സുഗതനെ പിടികൂടുന്ന ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന്. വട്ടിയൂർക്കാവ് SHOയെയും SIയെയും സുഗതൻ കഴുത്തിന് പിടിച്ചു തള്ളി. സുഗതനും കൂട്ടരും SIയെ മതിലിനെ ചേർത്ത് നിർത്തി മർദ്ദിച്ചു. പ്രതികൾ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നും FIR. കമ്മട്ട കൂതറ സാധനം അടിച്ചിട്ടുണ്ടല്ലോ, ആ ചങ്ങായിണ്ടല്ലോ സുഗതൻ, നല്ല കിക്കാണ്, നല്ല തരിപ്പിലാ ഉള്ളത്. എന്നിട്ട് അറസ്റ്റ് ചെയ്യാൻ വന്ന പോലീസിനെ ആക്രമിക്കുകയും ആ പോലീസുകാരെ പൂരത്തെറി വിളിക്കുകയും ചെയ്തിട്ട് എന്നിട്ട് ഇപ്പൊ അറസ്റ്റ് ചെയ്ത പോലീസില്ലേ, പോലീസിന്റെ തലയിലാണ് കുറ്റത്തെച്ച് സംഖ്യയിലിടുന്നത്. അതും ആ വേട്ടാവളിനെ അറസ്റ്റ് ചെയ്തത് അവന്റെ വീടിന്റെ അകത്ത് കയറിയിട്ടല്ല, അവൻ പോലീസിനെ കണ്ട് രക്ഷപ്പെടാൻ നോക്കുമ്പോഴല്ല വീടിന്റെ പുറത്ത് വെച്ചിട്ടാണ് ആ വേട്ടാവളിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അവന്റെ ഭാര്യ സംഖ്യകളൊക്കെ എന്താ പറഞ്ഞറിയാം, വീടിന്റെ അകത്ത് വെച്ചിട്ട് അറസ്റ്റ് ചെയ്യണമെന്ന് അവരൊക്കെ പറയുന്നത്. ഈ വാർത്തയുടെ കുറച്ചുകൂടി ഭാഗങ്ങൾ ബാക്കിയുണ്ട്, അതും കൂടി നിങ്ങൾ കേട്ട് കഴിഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് ഈ കാര്യത്തിലുള്ള ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാകും. രാഹുൽ ജിനാഥ് വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ, ഈ ദൃശ്യങ്ങളിൽ സ്ത്രീകളെ ഉപദ്രവിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ഈ ദൃശ്യങ്ങളിൽ അതൊന്നും കാണാൻ കഴിയുന്നില്ല. മാത്രമല്ല സുഗതൻ പോലീസുകാരെ ഉപദ്രവിക്കുന്നതാണ് കാണുന്നത്. എന്താണ് വിവരം? ദൃശ്യങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. കാരണം അറസ്റ്റ് ചെയ്യാൻ എത്തി പിന്നീട് സുഗതമായി നടത്തുന്ന ബലപ്രയോഗമൊക്കെ ആ ദൃശ്യങ്ങൾ കാണാം. ആ ഘട്ടം മുതൽ അതായത് പോലീസ് വാഹനത്തിലേക്ക് കയറ്റുന്ന വരെയുള്ള ദൃശ്യങ്ങൾ പോലീസുകാരെ ചിത്രീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ആ ദൃശ്യങ്ങളിൽ മോത്തി സൂചിപ്പിച്ചതുപോലെ ഈ കുടുംബാംഗങ്ങൾക്ക് നേരെ മറ്റൊരു അതിക്രമം നടന്നു എന്ന് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നില്ല. അപ്പോൾ അവരുടെ ആരോപണം ഇപ്പോഴും നിലനിൽക്കുകയാണ്. കുടുംബാംഗങ്ങൾ, പ്രത്യേകിച്ച് സുഗതന്റെ ഭാര്യ ഉൾപ്പെടെയുള്ളവർ പോലീസിന് അതിക്രമം നേരിട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ കുറച്ചുകൂടി വിശദീകരണം വേണ്ടി വരും. ഈ ദൃശ്യത്തിനപ്പുറം ആദ്യഘട്ടത്തിൽ പോലീസ് അവിടേക്ക് വന്നപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് വ്യക്തത വരേണ്ടത്. എന്തായാലും ഈ വിഷയത്തെ അന്വേഷിച്ച് മറുപടി പറയാം, അല്ലെങ്കിൽ അന്വേഷിച്ച് കൂടുതൽ വിശദാംശങ്ങൾ നൽകാമെന്ന് തന്നെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ കെ കാർത്തിക്കും പറയുന്നത്. അതുകൊണ്ട് തന്നെ വിഷയം എന്തായാലും കൃത്യമായി അന്വേഷിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്, കാരണം അറസ്റ്റ് ചെറുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഇത്തരത്തിൽ കയ്യത്ത് സംസാരിക്കുന്നു, ഉദ്യോഗങ്ങൾ ഉണ്ടാകുന്നു, ബലപ്രയോഗം ഉണ്ടാകുന്നു, കയ്യേറ്റ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എന്തായാലും ഈ പോലീസുകാരെ മർദ്ദിച്ച വകുപ്പ് ഉൾപ്പെടെ ചുമത്തിക്കൊണ്ട് മറ്റൊരു കേസ് കൂടി ഇത്തരത്തിൽ അറസ്റ്റായ സുഗതനെതിരെ നിലവിൽ ചുമത്തിയിട്ടുള്ളത്. എന്തായാലും ദൃശ്യങ്ങൾ ഇപ്പോൾ ഈ പറയുന്നത് പോലെ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് വീട്ടിൽ നിന്ന് സുഗതനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ആ ഘട്ടത്തിൽ സുഗതൻ തന്നെ ചെറുക്കാൻ ശ്രമിക്കുന്നു, പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുന്നത്. പിന്നാലെയാണ് ഇത്തരത്തിൽ സുഗതനുമായി ബന്ധപ്പെട്ട അനുയായികൾ അവിടെ ഒത്തുചേർന്നത്. അവർ കൂടി അതിന്റെ ഭാഗമായപ്പോഴാണ് പോലീസ് ഇത്തരത്തിൽ ഈ ഒരു പ്രതിരോധ നിലയിൽ വെടിയുതിർക്കേണ്ടി വന്നതെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നത്. എന്തായാലും ദൃശ്യങ്ങളിൽ നിന്ന് ഈ പോലീസ് അതിക്രമം കാട്ടുന്നത് പോലെയോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്ക് നേരെ ഒരു അതിക്രമം കാട്ടി എന്ന് പറയുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രചരിക്കുന്നത്, ഇപ്പോൾ നമുക്ക് ലഭ്യമായി, ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്ന ദൃശ്യങ്ങൾ ഇല്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ കൂടുതൽ സമഗ്രമായ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും. ഒപ്പം പോലീസുകാർക്ക് പരിക്കേറ്റുണ്ട്, SHOയ്ക്കും SIയും ഇതുമായി ബന്ധപ്പെട്ട് ചികിത്സയിലാണ്. പരിക്കിന്റെ സ്വഭാവം എങ്ങനെയാണ് അത് റിപ്പോർട്ട് കിട്ടിയ ശേഷം മാത്രമേ പറയാൻ കഴിയൂ എന്ന് തന്നെയാണ് കമ്മീഷൻ പ്രതികരിച്ചത്. എന്തായാലും നിലവിൽ ഈ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ കാര്യങ്ങൾക്ക് ദൃശ്യങ്ങളിലൂടെ ഒരു വ്യക്തത വരുത്താൻ പോലീസിന് കഴിയുന്നുണ്ട്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിൽ നടപടിക്രമങ്ങളുടെ ഭാഗമായി മുന്നോട്ട് പോയപ്പോൾ ഉണ്ടായ പ്രതിരോധമാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ സുഗതൻ പ്രതിരോധം തീർത്തതാണ്. അതിനായി ആളുകളും കൂടിയിരുന്നത് പോലീസിന് പറയാൻ കഴിയുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ എന്തായാലും പുറത്തു വന്നിരിക്കുന്നത്. റിപ്പോർട്ടർ പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ, ആ വീഡിയോ കണ്ടാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. സുഗതനില്ലേ, ആ വേട്ടാവളിയെ സുഗതനാണ് അവിടെ മൊത്തം പ്രശ്നം ഉണ്ടാക്കിയത്. എന്നിട്ട് പോലീസിനെ അങ്ങോട്ട് ആക്രമിച്ചിട്ട് ഇപ്പം പറയുന്നത് പോലീസാണ് സുഗതനെ ഇങ്ങോട്ട് ആക്രമിച്ചതെന്ന്. അതായത് അരിയിൽ നിന്ന് ആശാരിച്ചിനും കടിച്ചിട്ടുണ്ടല്ല, പട്ടിക്ക് പിന്നെയും മുറുമുറുപ്പ്. അങ്ങനെയാണ് ഇപ്പൊ സംഭവം ഉള്ളത്. പിന്നെ ഈ വീഡിയോ കാണുമ്പോൾ കൃത്യമായിട്ട് എല്ലാവർക്കും ഒരു കാര്യം കൂടി മനസ്സിലാവും, സുഗതന്റെ ഭാര്യ ഉണ്ടല്ലോ വെറുതെ അവിടെ പോയിട്ട് ബഹളം ഉണ്ടാക്കുന്നത്. പോലീസുകാർ അങ്ങോട്ട് കയറിയിട്ടില്ല, തെറി വിളിച്ച് ബഹളം ഉണ്ടാക്കിയാണ് സുഗതന്റെ ഭാര്യ ചെയ്യുന്നത്. എന്നിട്ട് പോലും പോലീസുകാരല്ല സുഗതന്റെ ഭാര്യനെ ഒന്ന് തൊടുകയോ അവരോട് എന്തെങ്കിലും സംസാരിക്കുക ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് ഇപ്പൊ അവർ വന്നിട്ട് പറയുന്നത് പോലീസുകാർ അവരെ ആക്രമിച്ച് അവിടെ കഴുത്തുണ്ടായിരുന്ന സ്വർണ്ണമാലയിട്ടില്ല, അത് പോലീസുകാർ തട്ടിപ്പറിച്ച് കൊണ്ടുപോയി എന്നൊക്കെ. ആ വാർത്ത കൂടി നമുക്കൊന്ന് കണ്ടിട്ട് വരാം. സുഗതന്റെ ഭാര്യ അശ്വതി ഇപ്പോൾ നമുക്കൊപ്പമുണ്ട്. എന്താണ് ഇന്നലെ ശരിക്കും വീട്ടിൽ സംഭവിച്ചത്?
അതിക്രമിച്ച് കയറി എല്ലാ പേരും മഴയായിരുന്നു. അപ്പം അയലത്തുകാരൊന്നും ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യം, കാരണം ആരും കേൾക്കാൻ പറ്റാത്ത രീതിയിൽ ഇടി മഴയായിരുന്ന സമയത്താണ് പെട്ടെന്ന് ഇത് ഗേറ്റ് തുറന്നു വരിക, അകത്തോട്ട് കയറുക. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്കും എന്താണെന്ന് സ്വാഭാവികമായിട്ട് ചോദിക്കുമല്ലോ. ഒരു വനിതാ പോലീസ് പോലും ഇല്ലാതെയാണ് ഒരു വീട്ടിലോട്ട് അതിക്രമിച്ച് കയറി വന്നത്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചതിൽ എന്നെ പിടിച്ച് തള്ളി. എൻ്റെ മോൻ 14 വയസ്സായ മോൻ ഇന്നപ്പോൾ നമ്മളിങ്ങനെ ചോദിച്ചതിൻ്റെ പേരിലാണ് മോൻ്റെ ദേഹത്ത് തോക്ക് ചൂണ്ടിയതിന് ശേഷം പുറത്തോട്ട് വെടിവെച്ചത്. എന്നിട്ട് മോനെയും പിടിച്ച് തള്ളിയിട്ടുണ്ട്. എൻ്റെ മാലയെ പിടിച്ച് വലിച്ചിട്ട് മാല വലിച്ച് പൊട്ടിച്ചത് എവിടെയാണെന്ന് അറിയത്തില്ല. പിന്നെ കവിളിൽ അടിക്കുകയാണ് ചെയ്തത്. ചെവി നല്ല വേദനയുണ്ട്. പിടിച്ച് ചവിട്ടി തള്ളിയിടുകയാണ് ചെയ്തത്. ഞാൻ നടുവിന് ഇടിച്ചാണ് വീണത്. ഇടിച്ച് വീഴുകയാണ്. എന്നിട്ട് എൻ്റെ ഭർത്താവിന് യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ പ്രകോപനവും ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ അച്ചോടാ ആ കുലസി സംഘടന പറഞ്ഞിട്ടില്ലേ ഇവരുടെ ഭർത്താവിന്റെ ഭാഗത്തുണ്ടല്ല ഒരു പ്രകോപനം, യാതൊരു പ്രകോപനം ഉണ്ടായിട്ടില്ല. അവിടെ ആരെങ്കിലും പ്രകോപനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, അവിടെ ആരെങ്കിലും തെറി വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ ഭർത്താവില്ലേ, നിങ്ങളെ ഭർത്താവാണ് കുലസി സംഘടന. അത് ആ വീഡിയോ കാണുന്ന ബോധവും ഇവരുള്ള ആൾക്കാരല്ലേ, അവർക്കൊക്കെ കൃത്യമായിട്ട് മനസ്സിലാകും. പിന്നെ നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങളെ മാല പൊട്ടിച്ചിട്ട് ആരോ മുങ്ങിന്ന്, അതിന് സംശയിക്കേ വേണ്ട. അവിടെ കൂടുന്ന സംഖ്യകളില്ലേ, ആ സംഖ്യകളിൽ ആരെങ്കിലും ആയിരിക്കും ആ മാല പൊട്ടിച്ചിട്ട് മുങ്ങിയിട്ടുണ്ടാവുക. ഇനി ആ മാലേന്റെ പിന്നാലെ പോകണ്ടട്ടാ, കാരണം ആ മാല ഇനി ഉണ്ടല്ല നിങ്ങൾക്ക് കിട്ടൂല. അതൊന്നും വെറുതെ ഉണ്ടല്ല ആ പോലീസുകാരെ തലയിലിട്ട് വെറുതെ നാണം കാണാൻ നിൽക്കണ്ട എന്റെ കുലസി സംഘിണി. പിന്നെ ചേച്ചി പറഞ്ഞു അവിടെ ഒന്നും കേൾക്കാത്ത രീതിയിൽ ഇടിയും മഴയായിരുന്നു. ഇടിയും മഴയൊന്നും ആയിരുന്നില്ല. അവിടെ ഇടില്ല, നിങ്ങൾ ഭർത്താവ് സുഗതനല്ലേ, സുഗതൻ വിളിക്കുന്ന പൂരത്തെറിയായിരുന്നു. പൂരത്തെറി അത് മൊത്തം എല്ലാവരും കേട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ടുണ്ടല്ല ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് നാണവും മാനവും ഉളുപ്പില്ലാതെ നമ്മളെ തിരുവനന്തപുരത്തെ മേയറില്ലേ വി വി രാജേഷ് വന്നിട്ടുണ്ട്. വി വി രാജേഷ് പറഞ്ഞ കുറച്ച് വിഡിത്തുണ്ടല്ല, അതും കൂടി നമുക്ക് കേൾക്കാം. കാപ്പ കേസ് ഈ പറഞ്ഞ പോലീസ് മാധ്യമങ്ങളോട് പൊതുസമൂഹത്തോടെ പറയട്ടെ, അല്ലെങ്കിൽ ഞാൻ മേയറായിരിക്കുന്ന ഒരു കോർപ്പറേഷനിലെ കൗൺസിലറാണ് അദ്ദേഹം, എന്നെ ബോധ്യപ്പെടുത്തട്ടെ, അദ്ദേഹത്തെ കാപ്പ കേസിൽ പ്രതിയാവുന്നുള്ള രേഖകൾ കാണിക്കട്ടെ. കാപ്പ കേസിൽ ഒരു വ്യക്തിയെ പ്രതിയാക്കുന്നതിന് മുൻപ് അതിൻ്റെ കുറേ ഫോർമാലിറ്റീസ് ഉണ്ട്. അദ്ദേഹത്തെ വിളിക്കണം, അദ്ദേഹത്തിൻ്റെ ഭാഗം കേൾക്കണം, അതോടൊപ്പം തന്നെ ബോണ്ട് വയ്ക്കേണ്ടതായിട്ടുണ്ട്, അതിനുമുമ്പ് ജാമ്യത്തിൽ വിടേണ്ടതായിട്ടുണ്ട്, നിരീക്ഷണത്തിൽ വയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. അതിലേതെങ്കിലും ഒരു ഘടകം കംപ്ലൈൻറ്റ് ചെയ്തതായിട്ട് കാണിക്കട്ടെ. കാപ്പ കേസിൽ ഒരു വ്യക്തിയെ പെടുത്തിയാൽ അദ്ദേഹത്തെ അത് അറിയിക്കണമല്ലോ രേഖാമൂലം, അത് കാണിക്കട്ടെ. അതൊന്നുമില്ലാതെ പാതിരാത്രിയിൽ ഒരു വീട്ടിൽ കയറി ഒരു സ്ത്രീയും 2 കുഞ്ഞുങ്ങളും കൗൺസിലർ മാത്രമുള്ള സമയത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അറസ്റ്റ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ഒരു പുരുഷനും ഒരു സ്ത്രീയും മാത്രമാണ് അവിടെ ഓടിയെത്തിയത്. ഈ കൗൺസിലർ സുഗതന്റെ സ്ഥാപനത്തിലെ സ്റ്റാഫ് അസുഖമായതുകൊണ്ട് ആശുപത്രിയിൽ പോകാൻ വേണ്ടി പണം ചോദിക്കാൻ വേണ്ടി സുഗതന്റെ അടുത്ത് വന്നിരുന്നു. ഇത്രയും പേരല്ലാതെ ഒരാളും അവിടെ ഇല്ലായിരുന്നു. നമ്മളെ തിരുവനന്തപുരം മേയർ വി വി രാജേഷ് പറഞ്ഞത് നമ്മളെ വേട്ടാവളി സുഗതനില്ലേ, സുഗതനെ അറസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ 3 ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളതാണ് നമ്മൾ വി വി രാജേഷ് പറയുന്നത്. എന്റെ വി വി രാജേഷ് നിങ്ങൾ വേഗം പോയിട്ടുണ്ടില്ല, നിങ്ങളെ കണ്ണും മുഖമൊക്കെ ഒന്ന് നല്ലോണം കഴുകിയിട്ട് വന്നിട്ടുണ്ടില്ല, ഈ വീഡിയോക്ക് ഒന്ന് കാണുക. അവിടെ സുഗതനെ അറസ്റ്റ് ചെയ്യുമ്പോഴില്ല നിങ്ങളെ സംഘികളായ 100-ൽ പല ഗുണ്ടകളാണ് അവിടെ ഉണ്ടായിരുന്നത്. അവരൊക്കെ കൂടിയാണ് പോലീസിനെ തടഞ്ഞതും ആക്രമിക്കാൻ ശ്രമിച്ചതും. എന്നിട്ട് പറയുന്നു 3-4 ആൾക്കാർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് ഉളുപ്പ് വേണ്ട മേയറെ. പിന്നെ കാപ്പ കേസ് പ്രതി അറസ്റ്റ് ചെയ്യാൻ വരുമ്പോ മേയറുണ്ടല്ല, മേയറെ അറിയിക്കണമെന്ന് എവിടെയും നിയമമൊന്നുമില്ലട്ടാ. പിന്നെ മേയറെ നിങ്ങളില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒന്നല്ല, നിങ്ങൾ തിരുവനന്തപുരത്തെ വേറൊരു മേയർ മാത്രമാണ്, അതാദ്യം മനസ്സിലാക്കട്ടാ. പിന്നെ വി വി രാജേഷ് പറയുന്നുണ്ട് കൊലക്കേസ് പ്രതി അറസ്റ്റ് ചെയ്യുമ്പോ കൊലക്കേസ് പ്രതിയെ അറിയിക്കണമെന്ന്. നിന്നെ അറസ്റ്റ് ചെയ്യാൻ വരുന്നുണ്ടെന്ന് ഫോണ് വിളിച്ച് അവനെ അറിയിക്കപ്പ എന്ത് വിഡിത്തമാണ് പറഞ്ഞത് എന്റെ മേയറെ. ഇത്രയും ബോധവും വിവരമൊന്നും ഇല്ലാത്തൊരു ടീമിനാണ് BJP തിരുവനന്തപുരത്തെ മേയറാക്കി വെച്ചിട്ടുള്ളത്. എന്തൊക്കെ പറഞ്ഞാലും ഈ കാര്യത്തിലുണ്ടല്ല കേരള പോലീസിന്റെ കൂടെ തന്നെയാണ്. അപ്പൊ ഇടം വലം നോക്കാതെ ആ വേട്ടാവളിയും സംഘി സുഗതനെ അറസ്റ്റ് ചെയ്ത കേരള പോലീസിനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.